ഒരു ബെയിൽ ആർഗ്യൂ ചെയ്തിട്ടുണ്ട് ഒരു മർഡർ കേസിൻ്റെ. ഒരു അച്ഛൻ മകളെ വെട്ടിക്കൊന്നു. അപ്പോൾ ഏറ്റവും നീചമായ അച്ഛൻ എന്നാണ് അത് വായിക്കുന്നവന് തോന്നാവുന്നൊരു ഇഷ്യൂ. ഇതിൽ ഇൻസിഡൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ അച്ഛൻ ഒരു പൂജാരി അമ്പലത്തിലെ ഒരു പയസ് മാൻ എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ മകൾക്ക് എന്തോ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നാണ് അച്ഛൻ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മകള് അച്ഛനുമായിട്ട് ഇടയ്ക്ക് അതിനെ ചൊല്ലി കുറച്ച് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഇൻസിഡൻറ്റ് നടക്കുന്നത് കോളേജിലൊരു പിക്നിക്കിന് പോകുന്നു എന്ന് പറഞ്ഞ് മകൾ പേര് കൊടുത്തു എന്ന് പറഞ്ഞു. അച്ഛന് ഈ ഒരു വിഷയവുമായിട്ട് സംശയമുള്ളതുകൊണ്ട് അച്ഛൻ കോളേജിൽ പോയി അന്വേഷിക്കുമ്പോൾ അങ്ങനെ പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ഇവർ വേറെ ആരോ കാണാൻ പോകുന്നു. അച്ഛൻ പറഞ്ഞു നീ പോകണ്ടെന്ന് പറഞ്ഞു. ഇവർ തമ്മിൽ വാക്കർക്കുണ്ട്. കുട്ടി എന്തോ ഒന്ന് പിടിവിട്ട് പറഞ്ഞു. അതിൻ്റെ ഒരു റിഫ്ലക്സിൽ അച്ഛൻ്റെ കൺട്രോൾ പോയിട്ടുണ്ട്. ദാറ്റ്സ് എ റിഫ്ലക്സ് ആക്ഷൻ. പുള്ളി വെട്ടി, കുട്ടി മരിച്ചുപോയി. പക്ഷെ അത് കഴിഞ്ഞും അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ എന്താണെന്ന് വെച്ചാൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹം പോയി ചെയ്ത് സറണ്ടറായി. അതിനൊരു റിഫ്ലക്സ് ആക്ഷൻ. ഞാൻ അതിന് ന്യായീകരിക്കുന്നില്ല. തെറ്റെപ്പോഴും തെറ്റാം. അതിനെ അർഹമായിട്ടുള്ള രീതിയിൽ തന്നെ പോകണം. പക്ഷേ ഒരു ജാമ്യം അപേക്ഷിക്കുമ്പോൾ ഒരു ഡിസ്ക്രിഷൻ കോടതിയുടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, കോടതിയുടെ മുന്നിലും നമ്മൾ അതിനെ പ്ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുവരാവുന്നൊരു കാര്യമായിരുന്നു. ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കോടതി, പിൻ ഡ്രോപ്പ് സൈലൻറ്റ്. ഞാൻ എക്സ്പ്ലെയിൻഡ് എവറിത്തിങ്. അതിനുശേഷമാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്, ജാമ്യം തന്നിട്ട് ഒരുപാട് കണ്ടീഷൻസിലൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ രണ്ട് വശങ്ങളുണ്ട്. ഒരു ധാർമ്മിക വശമുണ്ട്, ഒരു നിയമവശമുണ്ട്. നിയമപരമായിട്ട് അവർ ചെയ്ത് തെറ്റാണ്, ഒരു ന്യായീകരണമില്ല. പക്ഷെ അതിൽ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് എവിടെയോ പറ്റിയ റിഫ്ലക്സ്, ഒരു ഇത് ദാറ്റ്സ് നോട്ട് എൻ എക്സ്ക്യൂസ്. അതും ശരി. പക്ഷേ നമ്മൾ കാണേണ്ട ഒരുപാട് കാണാത്ത കാര്യങ്ങളുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകൾ മാറിപ്പോകും.